മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 27-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്തു. നമ്മൾ തുടർന്ന് കുറച്ച് ഭാഗങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വായിക്കും, അവൻ പറയുന്നത് ഗെത്സമനയിൽ പ്രാർത്ഥനയിൽ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. എന്താണ് പാനപാത്രം? തീർച്ചയായിട്ടും നമുക്കറിയാം, കുരിശുമരണം തന്നെയാണ്. അവൻ കുരിശെടുത്ത് തമ്പുരാന് മുമ്പിൽ നന്ദി പറയുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാനപാത്രം എടുത്തുകൊണ്ട്, നമ്മുടെ കുരിശുകൾ എടുത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ആലപിക്കാൻ പറ്റുമോ? കൃതജ്ഞതാ സ്തോത്രം ആലപിക്കാൻ പറ്റുമോ? എപ്പോഴൊക്കെയാണോ നമ്മുടെ പാനപാത്രം, അതായത് നമ്മുടെ കുരിശെടുത്ത് കൃതജ്ഞതാ സ്തോത്രം നമുക്ക് അർപ്പിക്കാൻ സാധിക്കുക, അപ്പോഴൊക്കെ തമ്പുരാൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഈ വചനം നമുക്കൊന്ന് ഭക്ഷിക്കാൻ സാധിക്കട്ടെ. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ പാനപാത്രം എടുത്ത് നമുക്ക് കൃതജ്ഞതാ സ്തോത്രം ചെയ്യാൻ സാധിക്കാം. തമ്പുരാൻ്റെ കൃപയുണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.